ഹലോ ഗൈസ്, നമസ്കാരം. അപ്പം ഇന്നും പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കൊച്ചുള്ളി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി, കറിവേപ്പില, 2 കിലോ അയില. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഇട്ട് കൊടുക്കാവേ. കടുകൊക്കെ പൊട്ടാൻ തുടങ്ങി. ഇനി നമുക്ക് പുലു ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ 1/4 ടീസ്പൂൺ പുലു. കടുവയൊക്കെ ഉലുവയൊക്കെ പൊട്ടിയ ശേഷം ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇത് മൂന്നും ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സമയത്ത് കല്ലുപ്പാണ്. കൂട്ടത്തിൽ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി മൂക്കട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്തോട്ടുള്ള മസാല പൊടി ആദ്യം ഒരു പ്ലേറ്റിലോട്ടാക്കാം. മുളക് പൊടി ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. എനിക്ക് ഇച്ചിരി എരിവൊക്കെ വേണമല്ലോ. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി ചില സ്ഥലങ്ങളിൽ ഇടത്തില്ല, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ല എങ്കിൽ കുറച്ചിടാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒക്കെ ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ഉലുവാപ്പൊടിയാണ്. അത് ഒരു 1/2 ടീസ്പൂൺ. കുഞ്ഞു സ്പൂണാണ്, ഇതിനാണ് കേട്ടോ 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി. ഉളുമ്പ് സ്മെല്ലൊക്കെ നല്ല പോകാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മതി. ഇത്രയും കൂടിയിട്ട് നമുക്ക് മൂപ്പിക്കാം. ഇപ്പം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. മൂത്തതിൻ്റെ മസാലയൊക്കെ മൂത്തണം. ഈ സമയത്ത് നമ്മൾ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. പച്ചവെള്ളം ചേർത്തത് ചൂടുവെള്ളം. നിങ്ങൾക്ക് എത്ര ഗ്രേവി ഉണ്ട് അതനുസരിച്ചിട്ട്. ഈ സമയത്ത് നമുക്ക് കുടംപുളി ഇടാതെ. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ പെരക്കി ഇടാതെ. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് തുറന്ന് നോക്കാവേ. ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഒരു 5 രൂപ പൊടി. കറക്റ്റ് നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. നല്ലൊരു ലാസ്റ്റ് ഒരു ശകലം പച്ചവെളിച്ചെണ്ണ. ഗ്യാസ് ഓഫ് ചെയ്ത പിന്നെ കറിവേപ്പില. അപ്പം ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.